ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ഇഡലിക്കും ദോശയ്ക്കും ചോറിനു കൂടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിവേപ്പില ചമ്മന്തിപ്പൊടിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ കറിവേപ്പില ചമ്മന്തിപ്പൊടി ഒരു പ്രാവശ്യം എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. കുറേ നാൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ കറിവേപ്പില ചമ്മന്തിപ്പൊടി. ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെയാണ് ഞാൻ ഈ ചമ്മന്തിപ്പൊടി തയ്യാറാക്കുന്നത്. എണ്ണ ചേർത്ത് തയ്യാറാക്കിയാൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഈ എണ്ണയുടെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ല് വരാൻ തുടങ്ങും. അതുകൊണ്ട് നമുക്ക് എണ്ണ ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് വേണം ഇത് തയ്യാറാക്കാൻ. നമ്മൾ ചോറിനും ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാനായിട്ട് എടുക്കുമ്പോൾ അതിലൊരൽപ്പം നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ചേർത്ത് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം വരുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടിയായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ വീഡിയോ മിസ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ട് വേണം നിങ്ങൾ തയ്യാറാക്കാനായിട്ട്. പകുതി കണ്ടിട്ട് തയ്യാറാക്കിയാൽ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് വരത്തില്ല. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് വേണം തയ്യാറാക്കാൻ. ഞാൻ ഇതിലെ ചമ്മന്തിപ്പൊടി തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് കൂടുതൽ കറിവേപ്പില എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് നിങ്ങൾക്ക് കറിവേപ്പില കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാവുന്നതാണ്. കുറച്ച് കറിവേപ്പില കൂടിപ്പോയി എന്ന് വിചാരിച്ച് നിങ്ങൾക്കതിൽ ദോഷമൊന്നും സംഭവിക്കാൻ പോണില്ല. നിങ്ങൾക്ക് കറിവേപ്പില എങ്ങനെയാണ് അവൈലബിൾ, എങ്ങനെയാണ് കിട്ടുന്നത്, അതനുസരിച്ച് കറിവേപ്പില എടുക്കാം. ആദ്യം കഴുകി ഫാനിൻ്റെ അടിയിൽ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. വെള്ളം എല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കാനായിട്ട്. കൈകൊണ്ട് പൊടിച്ചാൽ പൊടിയണം. ആ പരുവമാകുമ്പോഴേക്കും കറിവേപ്പില കോരി മാറ്റാം. വീണ്ടും കടായിയിൽ 1/2 കപ്പ് ഉഴുന്ന് പരിപ്പ് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വറുത്തെടുക്കണം. എല്ലാം ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം. 1/4 കപ്പ് കടലപ്പരിപ്പും ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വറുത്തെടുക്കാം. അതിനുശേഷം 1 കപ്പ് കപ്പലണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ വറുത്ത കപ്പലണ്ടി തൊലിയോട് കൂടിയുള്ള കപ്പലണ്ടി വാങ്ങി തൊലി കളഞ്ഞ് എടുത്ത കപ്പലണ്ടിയാണ്. നിങ്ങൾ പച്ചയാണ് എടുക്കുന്നതെങ്കിൽ അത് ലൈറ്റായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. 12 കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത്. മുളക് പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത് ലൈറ്റായിട്ടൊന്ന് വറുത്താൽ മതിയാകും. 12 സാധാരണ എരിയുള്ള മുളകാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് മുളക് പൊടിയും ചേർക്കാവുന്നതാണ്. വളരെ ലോ ഫ്ലെയിമിൽ വേണം ചേർത്ത് കൊടുക്കാൻ. നമ്മൾ മുളക് പൊടി എടുക്കാതെ ഇതുപോലുള്ള മുളക് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി രുചി കൂടും. 1 കഷ്ണം കായം നിങ്ങൾക്ക് ഇതുപോലെ ഉള്ള കായമില്ലെങ്കിൽ കായപ്പൊടി എടുക്കാവുന്നതാണ്. 1 സ്പൂൺ 2 സ്പൂൺ ജീരകം കൂടി എടുത്തിട്ടുണ്ട്. അതുകൂടി ലൈറ്റായിട്ടൊന്ന് വറുത്തെടുക്കണം. 1 കപ്പ് വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്കിട്ട് ലൈറ്റായിട്ടൊന്ന് വറുത്തെടുത്താൽ മതിയാകും. നമ്മൾ ചതച്ച് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഈർപ്പമെല്ലാം വറ്റി കിട്ടും. 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കൂടി ഇതിലേക്ക് ഇടണം. പുളിയും ഉപ്പും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. പുളിയുടെ ഈർപ്പമെല്ലാം പോയി കിട്ടും. ഉപ്പും പുളിയും കൂടെ ഇട്ട് വറുക്കുമ്പോഴേക്കും അതും ലോ ഫ്ലെയിമിൽ തന്നെ വറുത്തെടുക്കണം. ആദ്യം നമ്മൾ വറുത്തെടുത്ത പരിപ്പും ഈ വെളുത്തുള്ളിയും പുളിയും ഉപ്പും എല്ലാം കൂടി ഇട്ട് നമുക്ക് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. വളരെ ലോയിൽ വേണം പൊടിക്കാനായിട്ട്. ഒന്ന് പൾസ് ചെയ്ത് വേണം പൊടിച്ചെടുക്കാൻ. വല്ല സ്പീഡിലൊന്നും പൊടിച്ചേക്കരുത്. അങ്ങനെ പൊടിക്കുമ്പോൾ മസാല ഒരുപാട് ചൂടായി പോകും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറഞ്ഞു പോകും. അതുകൊണ്ട് ഒന്ന് നിർത്തി വേണം മിക്സി ഒന്ന് കറക്കിയെടുക്കാനായിട്ട്. ലാസ്റ്റിൽ നിങ്ങൾ കറിവേപ്പില പൊടിച്ചെടുത്താൽ മതി. കറിവേപ്പില പൊടിച്ചെടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ കാണൂ. ഇതിൽ അവസാനമായിട്ട് നിങ്ങൾ 1 സ്പൂൺ ശർക്കര കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നല്ല ബാലൻസായി കിട്ടും. എരിവും പുളിയും മധുരവും എല്ലാം കൂടി ചേരുമ്പോഴത്തേക്ക് ഈ കറിവേപ്പിലയുടെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് ലൈറ്റായി നല്ല ടേസ്റ്റായി കിട്ടും. ലാസ്റ്റിൽ നമ്മൾ 1 സ്പൂൺ ശർക്കര കൂടി ചേർത്ത് കൊടുത്താൽ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ലാസ്റ്റിൽ ഇട്ട് കൊടുത്താൽ മതി ശർക്കര. നമ്മൾ കറിവേപ്പില പൊടിയും മറ്റെല്ലാ പൊടിച്ച പൊടിയും കൂടി ഒന്നുകൂടി മിക്സിയിലേക്ക് ഇട്ട് ശർക്കര പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സി ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടും. ഇത് കുറേ കാലം കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കൂട്ടാനൊക്കെ ഇല്ലാത്ത സമയത്തും കൂട്ടാനുണ്ടെങ്കിലും ലാസ്റ്റ് ചമ്മന്തിപ്പൊടി കഴിക്കുന്നത് നല്ലതാണ്. കറിവേപ്പില. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ട് വേണം മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാകാൻ. ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ ഉടനടി